ഈ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പഴങ്ങള് ആ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത മരുന്നുകൾ ആ. അതാ ഞാൻ കൂടുതൽ കൃഷി ചെയ്യണേ. ഇത് നമ്മുടെ ഗ്രാവിറ്റി മോട്ടോർ. ഗ്രാവിറ്റി മോട്ടോർ. ഇത് ഇവിടെ ലോക്ക് ചെയ്തു, ഇവിടെ ലോക്ക് ചെയ്തു. ഇത് മൊത്തത്തിൽ ഇത് ലോക്കാണ്. ഇതെല്ലാം ഈ ലോക്ക് ഓരോന്നോരോന്ന് അഴിച്ചെങ്കിൽ മാത്രമാണ് മുകളിൽ നിന്ന് അഴിച്ചു വന്നെങ്കിലാണ് അകത്ത് ലോക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒരു പ്രത്യേക പൊസിഷനിൽ മാത്രമേ ഈ ലോക്ക് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. 500 രൂപ പോയി. 500 രൂപ പോയി. ഒരു മണിക്കൂറിനുള്ളിൽ ഇതുപോലെ തിരിച്ച് സെറ്റ് ചെയ്ത ചേട്ടൻ 1000 രൂപ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഡ്രീംസ് ഓൺ വീൽസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് പെരുമ്പാവൂർ എലിഫന്റ് ട്രെയിനിങ് സെന്ററിൽ വന്നിട്ടാണ്. അപ്പം വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ഏടാകൂടം നിർമ്മിച്ച് വെച്ചേക്കുന്നത് നമ്മളൊരു ചേട്ടനെ കണ്ടു. ചേട്ടന്റെ വിശേഷങ്ങൾ നമ്മൾ ഇന്ന് അറിയാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം ഇതാണ് ചേട്ടന്റെ പേരെന്താണ്? ചന്ദ്രൻ. ചന്ദ്രൻ. അപ്പം ചേട്ടന്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ എന്തൊക്കെയാണ്? എന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. പെയിന്റിംഗ് ഉണ്ട്, ഏടാകൂടത്തിന്റെ വർക്കുകളുണ്ട്, കൃഷിയുണ്ട്. കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പഴങ്ങൾ, നമ്മുടെ നാട്ടിൽ കിട്ടാത്ത മരുന്നുകൾ, അതാ ഞാൻ കൂടുതൽ കൃഷി ചെയ്യണേ. ഫുൾ കൃഷി. അതിന്റെ ഒരു സൈഡ് ബിസിനസ് പോലെ ഞാൻ ഈ ഏടാകൂടങ്ങൾ, ഈ വർക്കുകളൊക്കെ ചെയ്യുന്നു. വർക്ക്, പിന്നെ അതോടൊപ്പം തന്നെ പെയിന്റിങ്, വാൾ പെയിന്റിങ്, അതോടൊപ്പം തന്നെ സ്റ്റാച്ചു വർക്കുകൾ. പിന്നെ വേറൊരു ക്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഓൾഡ് സാധനങ്ങൾ, നമ്മുടെ പഴയ തലമുറ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, മൺമറഞ്ഞു പോയ സാധനങ്ങൾ ഞാൻ അങ്ങനെ കുറെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇത് കൃഷിയുടെ നമ്മൾ തേക്ക് കൊട്ടാന്ന് പറയും. 125 വർഷം പഴക്കമുള്ള സാധനം കിട്ടിയത് ഒരു വീട്ടിൽ. ഇത് നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെ അമ്മമാർ ഉപയോഗിച്ചിരുന്ന ഇതിന് പാത്തിമരുവ എന്നാ പറയാ. നമ്മൾ അരി വറക്കുന്നില്ലേ, അതിനെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് പാത്തിമരുവ. പിന്നെ അതിന്റെ തന്നെ വേറൊരു കൃഷിയുടെ സാധനമാണ് നമ്മൾ അതുണ്ട്, ഞവരി, അതുപോലെ നൊകം. അത് പണ്ട് വിത്ത് വിതയ്ക്കാൻ നേരത്ത് പാടം ലെവലാക്കുന്നതിന് വേണ്ടിട്ട് വലിച്ചോണ്ട് പോകുന്നത്. ഇത് നമ്മുടെ ഗ്രാവിറ്റി മോട്ടോർ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗ്രാവിറ്റിയിൽ അത് വർക്ക് ചെയ്യണം, ആ വെയിറ്റില്. ബാറ്ററി വേറെ കാര്യങ്ങളൊന്നുമില്ല, പരിശോധിക്കാതെ വേറെ ഒന്നുമില്ല. ഇത് കണ്ടോ, ഇതിന്റെ വെയിറ്റ് നമ്മളിവിടെ അവസാനിച്ചത് തീർന്നു. റിട്ടേൺ നമ്മളിത് വൈൻഡ് ചെയ്യണം. ഈ ലോക്ക് പിടിച്ചിട്ട് നമ്മൾ വൈൻഡ് ചെയ്യണം. വൈൻഡ് ചെയ്ത് കയറ്റുമ്പോഴാണ്. നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് ഇപ്പോൾ ചേട്ടൻ നമ്മൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഏടാകൂടങ്ങളൊക്കെയാണ്. അപ്പം ഏടാകൂടത്തിന്റെ വർക്കിംഗ് ഒക്കെ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഇതിന് പത്മവ്യൂഹം എന്നാ പറയുന്നത്. പത്മവ്യൂഹം അല്ലേ? പത്മവ്യൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു റിങ്, ഇത് ഇവിടെ ലോക്ക് ചെയ്തു, ഇവിടെ ലോക്ക് ചെയ്തു. ഇത് മൊത്തത്തിൽ ഇത് ലോക്കാണ്. ഇതെല്ലാം ഈ ലോക്ക് ഓരോന്നോരോന്ന് അഴിച്ചെങ്കിൽ മാത്രമാണ് മുകളിൽ നിന്ന് അഴിച്ചു വന്നെങ്കിലാണ് അകത്ത് ലോക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇത് പത്മവ്യൂഹം. അതിന്റെ തന്നെ വേറൊരു വേർഷനാണ് ഇത്. സ്റ്റാർ ആണ്. അതെല്ലാം ആണ് ഇത് ഇതിനകത്ത് ചെയ്യുന്നത്, ഈ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളിത് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം ഇരുന്ന ഇത് പൊസിഷൻ കണ്ടല്ലോ.
അത്രേ ഉള്ളൂ. നമ്മൾ ഈ ഒരു കട്ട കൊണ്ട് വെക്കുന്നത് വളരെ പാടുപെട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു പീസാണെങ്കിൽ പോലും നമുക്കിത് ഈ പീസ് അത്ര എളുപ്പമല്ലാത്തൊരു പീസാണ്. വേണ്ട, ഞാനിത് അഴിച്ച് കാണിച്ചാൽ ഒരെണ്ണൊന്നും ഇടാൻ പറ്റുമെന്ന് നോക്കാം. ഇത് കാര്യം 3 പീസ് ഉള്ളൂ. ഇതല്ല 3 പീസേ ഉള്ളൂ. ഒന്ന് ഇടാൻ പറ്റുമെന്ന് നോക്കിയത്. ചലഞ്ചാണ്. 500 രൂപ ചലഞ്ചിന് വെച്ചിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലത്. 99 പീസിൻ്റെ ഒരെണ്ണം ചലഞ്ചിന് വെച്ചിട്ടുണ്ട്. അവൻ ഞാൻ പറയുന്നത് ഒരു മണിക്കൂറിന് സമയം കൊണ്ട് അത് ഇട്ട് തന്നു കഴിഞ്ഞാൽ 1000 രൂപ ഞാൻ ചലഞ്ചായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പീസ് ഇടാൻ പറ്റുന്നില്ല. അതിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് ചെയ്യുന്നവർ പോലും പെട്ടെന്നൊന്ന് കൺഫ്യൂഷൻ ആകാവുന്ന ഒരു വർക്ക് ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 99 പീസിനകത്ത് ആവശ്യമില്ലാത്ത കുറെ വെട്ടുകൾ ഞാൻ ഈ പീസിൽ വെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഇങ്ങനൊരു സാധനം ആവശ്യമില്ല, ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 1000 രൂപ തരാന്ന് പറഞ്ഞു. കാരണം ഞാനിവിടെ 1-2 പേര് ഒന്ന് പരീക്ഷിച്ചു നോക്കി. അവര് അവസാനം സുല്ല് പറഞ്ഞ് പോയത്. അപ്പൊ അവരെ കൺഫ്യൂഷൻ ആക്കണ ഈ ഒരു കാര്യത്തിലാണ്. 500 രൂപ പോയി. 500 രൂപ പോയി. ഇതെങ്ങനെ തിരിച്ച് സെറ്റ് ചെയ്യുന്നത്? ഇത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ ഉള്ളൂ. ഇതിനകത്ത് ഒരു C, ഒരു G, ഒരു I. ഇതാണ് ഇപ്പൊ ഇംഗ്ലീഷ് അക്ഷരമാല. ഇതാണ് എന്റെ കണക്കുള്ളത്. അപ്പൊ നമ്മൾ ദൈവനെ കണ്ട് പ്രവേശിക്കാം. ഇവൻ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ പീസ് നമ്മൾ ഇങ്ങനെ വെക്കാം. ഇറങ്ങി ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. ഒന്നുകൂടെ ഒന്ന് ഇളക്കി തരാമോ? ഒന്നുകൂടെ ആയിക്കോട്ടെ, ഞാൻ ഇളക്കി തരാം. 500 പോയി. 500 പോയി. നമ്മൾ സെറ്റ് ചെയ്ത് നോക്കണമല്ലോ. അല്ല ഇത് നോക്കണം, അതാണ് നമ്മളും പറയണതാണ്. അല്ല ചില സമയത്ത് നമുക്കും കൺഫ്യൂഷൻ ആവും. കാരണം റിമൂവ് ചെയ്യാൻ ചില സമയത്ത് ഒരു പീസ് നമുക്ക് അങ്ങോട്ട് മാറിപ്പോയി കഴിഞ്ഞാലേ റിമൂവ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് ഏതാണെന്നൊന്ന് കണ്ടുപിടിക്കണം. അത് കറക്റ്റ് പൊസിഷനിൽ തന്നെ വരണം. വെക്കുന്ന ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന. അതന്നെ ഞാനിതേ പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു
കാരണം നേരത്തെ എടുത്ത സമയത്ത് വെക്കാൻ ഊരി തന്നായിരുന്നു. ആണ്ടാ അതെ, ഊരി. ഇതാണ് ഇതിന്റെ ഈ ലോക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്കത്. അത് തന്നെ അതിന്റെ മെത്തേഡ് തന്നെ. ഇത് തന്നെ മെത്തേഡ്. ഇതാ പീസ് ഇങ്ങനെ വെച്ച് അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് ഇറങ്ങാവുന്ന രീതിയിൽ കറക്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇപ്പൊ ആയില്ലേ, ഇത്ര ഉള്ളൂ ഇതിനകത്ത്. പിന്നെ അവിടെ 99 പീസിന്റെ ഒക്കെ ഉണ്ട്. ഇത് 33 പീസാണ്. ഇത് 33 പീസാണ്. ഇതിന്റെ ഞാൻ 99 പീസിന്റെ ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 1000 രൂപ ചലഞ്ചിന് വെച്ചിട്ടുണ്ടെന്നല്ലേ. ഇതൊക്കെ സാധാരണ അതിൽ മെത്തേഡിൽ മാറ്റമൊന്നുമില്ല. മറ്റേതിൽ മാത്രമാണ് ഞാനതൊരു ചലഞ്ചിന് വേണ്ടി വെച്ചതുകൊണ്ട് മാത്രമാണ് അത് അങ്ങനെ ഒരു വർക്ക് ചെയ്തേക്കണേ. ഈ ഒരു ബോള് ഇതാ, ഇത് 12 പീസാണ്. ഇത് ഒരുപാട് ദുർഘടം പിടിച്ച സംഗതിയാണ്. ഇത് നമ്മളൊന്ന് അഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ അഴിച്ച് ഇടാൻ വലിയ പാടാണ്. ഈ 12 എങ്ങനെ ഇതൊക്കെ എത്ര നേരം കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്? ഉണ്ടാക്കാൻ നമുക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയാ ഒരു 2 മണിക്കൂർ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് 99 പീസിന്റെ ചലഞ്ചിന് വെച്ചേക്കുന്ന എടാകൂടെ ഇതാണ്. അപ്പം വേണം ഇവിടെ വരുന്ന ആർക്ക് വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. നമ്മളിപ്പോ വരുന്ന സ്ഥലത്തിന്റെ കപ്രിക്കാട് എലിഫന്റ് ട്രെയിനിങ് സെന്ററിന്റെ പോണ വഴിയിലുള്ള ഒരു ചെറിയൊരു കടയുണ്ട്, ഷോപ്പുണ്ട്. ഷോപ്പിന് മുമ്പിൽ ഇത് കാണും. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ചലഞ്ച് ചെയ്യാം. 1 മണിക്കൂറിനുള്ളിൽ ഈ എടാകൂടെ ഒരു 1 മണിക്കൂറിനുള്ളിൽ ഇതുപോലെ തിരിച്ച് സെറ്റ് ചെയ്ത ചേട്ടൻ 1000 രൂപ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് എടാകൂട. അപ്പൊ ഇത് നമ്മൾ ഇടയ്ക്ക് വരുമ്പോഴേ ഈ സാധനം എവിടെ വെക്കുമെന്നുള്ള നമുക്കൊരു കൺഫ്യൂഷൻ ആവും. അപ്പൊ വീണ്ടും നമ്മൾ ഒന്നേന്ന് പോലെ തുടങ്ങും. അവിടെ നമുക്ക് ആകെ 1-2 പ്രാവശ്യം പണിക്ക് അത് നമുക്ക് പാളി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺഫ്യൂഷനായി നമ്മൾ പെട്ടെന്ന് വിചാരിച്ചാൽ നടക്കൂല. ഓക്കെ, ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. ഇനി എന്താണ് പണിപ്പുരയിലുള്ള ഐറ്റംസുകൾ എന്തൊക്കെയാണ്? പണിപ്പുരയിൽ ഇത് ഞാനിപ്പോ ഒരു വാഴക്കൊല, അതായത് ഒരു കദളിക്കൊല ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പൊ അതിന്റെ ആദ്യ ഫലം എന്ന് പറഞ്ഞ പരിപാടി പഴം. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് 64 കലകളെ ഉദ്ദേശിച്ചാണ് ഈ ചെയ്യണേ. അതായത് പഴവും അതിന്റെ മാണി കുടപ്പൻ വരെ ഒരു 64 എണ്ണം. അപ്പൊ നമ്മുടെ ഭാരതീയ കലകൾ എന്ന് പറഞ്ഞാൽ 64 എണ്ണമാണല്ലോ. അതിനെ ആസ്പദമാക്കിയിട്ട് 64 കലകൾ അടങ്ങുന്ന ഒരു കദളിക്കൊല. അപ്പൊ അതിന്റെ തണ്ട് മുതൽ അതിന്റെ കുടപ്പൻ വരെയുള്ള ഭാഗമാണ് ഈ 64 പീസ്. അപ്പൊ അതിന്റെ ഒരു ഭാഗം എന്നുള്ള നിലക്കാണ് ഞാനിപ്പോ പഴം കുറെ ചെയ്തിട്ടേക്കാണ്. ചെയ്യാനുണ്ട്, അത് ചെയ്യാനുണ്ട്, ഇനി ബാക്കി ചെയ്യാനുണ്ട്. അപ്പം ഇനി ചേട്ടന് കുറച്ച് ശീലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടൻ ശീല നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിച്ചിട്ടുള്ള ഒരാളല്ല. ആദ്യത്തെ ശില്പമായിട്ട് ചെയ്തത് ഇതാ. എത്ര രൂപ വില വരും? ഇതിപ്പോ ഒരു 1200 രൂപ. ഇതാണ് നമുക്ക് കഷായത്തിൽ ഉപയോഗിക്കുന്ന ചെത്തി. കുറച്ചുകൂടെ വലിപ്പാവുകയല്ലേ? മധുരമുള്ള ഇല. ഞാൻ ആദ്യമായിട്ടാണ് ഈ മധുരമുള്ള ഇല കഴിക്കുന്നത്.